നമുക്ക് മരുന്ന് കൊണ്ട് ഉടനടി മെച്ചം കിട്ടും, പക്ഷേ ദീർഘകാലം കൊണ്ട് അതിൻ്റെ എതിരായ മെച്ചം അല്ലെങ്കിൽ ഫലം, ദോഷഫലം നമുക്കുണ്ടാവും. ക്ഷീണം എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ അഭാവമല്ല. ശരിയായ ആരോഗ്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന പുട്ടിന് പീരയിടുന്നത് പോലുള്ള ഒന്നാണ് ക്ഷീണം. അപ്പോൾ ക്ഷീണിക്കാത്തൊരു ശരീരത്തിന് ആരോഗ്യമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ക്ഷീണിക്കേണ്ട സമയങ്ങളിൽ അത് ക്ഷീണിക്കണം. നമ്മൾ കോടാലിയെടുത്ത് വെട്ടുന്നു, കുറച്ച് കഴിയുമ്പോൾ കൈ ക്ഷീണിക്കണം, ദേഹം ക്ഷീണിക്കണം. എന്നാൽ മാത്രമേ ഫിസിക്കലായിട്ട് റെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ആന്തരികമായിട്ടുള്ള വിശ്രമം കൊടുക്കാൻ പറ്റുള്ളൂ. ആ വിശ്രമത്തിലാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു വന്ന മണിക്കൂറുകൾ ഉപയോഗിച്ച അവയവങ്ങളുടെ കേട് തീർക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു സംവിധാനമാണ് ശരീരം. പക്ഷേ ചായയും കാപ്പിയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. ക്ഷീണം ഉണ്ടെങ്കിലും ചായ കുടിച്ച് കഴിഞ്ഞാൽ ക്ഷീണം മാറുന്നുണ്ട്, ഉടനെ വീണ്ടും ജോലി ചെയ്യാം. ചാരായം കുടിച്ചാൽ കുറേയും കൂടി എനർജി കിട്ടും, വീണ്ടും ജോലി ചെയ്യാം. പക്ഷെ അതെല്ലാം ശരീരത്തെ ക്ഷയിപ്പിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആരോഗ്യം എന്നുള്ളതൊരു എന്തൂസിയാസമാണ്, ഉണർവ്, ഉന്മേഷം, ഉത്സാഹം. അപ്പോൾ അതും ക്ഷീണവും തമ്മിലുള്ള ഒരു യോജിപ്പുണ്ട്. ഒട്ടും ക്ഷീണമില്ലാതിരിക്കുക എന്നുള്ളതല്ല. ക്ഷീണം വരേണ്ട സമയത്ത് ക്ഷീണം വരണം, അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കാൻ സാധിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കണം. ദഹനം ശരിയായി നടക്കണം. പൊതുവേ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുന്നതിൽ ആ ശരീരത്തിൻ്റെ വിശപ്പ് എങ്ങനെയുണ്ട്, ഉറക്കം എങ്ങനെയുണ്ട്, ശോധന എങ്ങനെയുണ്ട്, ഈ 3 കാര്യങ്ങളും നേരെ ചൊവ്വയാണ്, നന്നായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ ശരീരത്തിന് ആരോഗ്യമുണ്ടെന്ന് പൊതുവേ പറയാം. ഉറക്കം നന്നാവുക, വിശപ്പ് ശരിയായിട്ട് ഇരിക്കുക, അധിക വിശപ്പും പാടില്ല, വിശപ്പില്ലായ്മയും പാടില്ല, ക്രമീകൃതമായിരിക്കുക, ശോധന നേരെ ചൊവ്വയാകുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ശോധന വരണം. നമ്മൾ വൈകിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ആവാൻ നല്ലൊരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണത്, അതൊരു കുഴപ്പമൊന്നുമല്ല. അപ്പോൾ ഒരാനന്ദം അനുഭവിക്കാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ശരീരം ഉണ്ടെന്ന് തോന്നില്ല. ആരോഗ്യമുള്ളൊരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ശരീരം ഉണ്ടെന്ന് തോന്നില്ല, കണ്ണുണ്ടെന്ന് തോന്നില്ല, കാൽമുട്ടുണ്ടെന്ന് തോന്നില്ല, മുതുകുണ്ടെന്ന് തോന്നില്ല, നട്ടെല്ലുണ്ടെന്ന് തോന്നില്ല, കൈയും കാലും ഉണ്ടെന്ന് തോന്നുകയില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ശ്വാസകോശം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്? ശ്വാസം മുട്ടൽ വരുമ്പോൾ. കാൽമുട്ടെന്ന് അറിയുന്നത് എപ്പോഴാണ്? മുട്ട് വേദന എടുക്കും. മുട്ട് എവിടെയെങ്കിലും ബുദ്ധിമുട്ടായി മുട്ടിന് വേദന എടുക്കുമ്പോൾ നമുക്ക് കാൽമുട്ടിന് വേദന, കാൽമുട്ടിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. എല്ലാം കാണുന്നത്, തിരിച്ചറിയുന്നത് കണ്ണാണ്. ആ കണ്ണുണ്ടെന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? കണ്ണിലൊരാന പോകുമ്പോൾ, കുഴിയാന, അല്ലെങ്കിൽ പൊടി പോകുമ്പോൾ. അപ്പോൾ ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവമുണ്ടെന്നറിയാതെ അപ്പൂപ്പൻ താടി പോലെ ലൈറ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് ആരോഗ്യാവസ്ഥയിലുള്ളത്. മനസ്സിൻ്റെ ആരോഗ്യമോ? മനസ്സുണ്ടെന്ന് എപ്പോഴാണ് അറിയണത്? സങ്കടം വരുമ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രം പോലെ എൻ്റെ മനസ്സിൽ വേദന. ഇതൊന്നുമില്ല, മനസ്സും ഉണ്ടെന്നുള്ളൊരറിവില്ലാതെ ആ ഒരു അന്തരീക്ഷമായി ലയിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് വാസ്തവത്തിൽ ആരോഗ്യാവസ്ഥ. എവിടെയെങ്കിലും പ്രയാസം വന്നാൽ, അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ആ ഭാഗം ഉണ്ടെന്ന് നമ്മൾ അറിയും. വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ വയറുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ തോന്നരുത്. മിതമായൊരാഹാരത്തിൽ വയറുണ്ടെന്ന് തോന്നരുത്, വയറ് നിറയരുത്. വയറ് നിറയുന്നതിന് അല്പം മുമ്പ് ഗാന്ധിജിയോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു. ഗാന്ധി ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെ പ്രകൃതി ചികിത്സയുടെ ഇന്ത്യയിലെ ആചാര്യനായിരുന്നു. ഈ ഭക്ഷണം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ്? എന്തായിരിക്കും ഉത്തരം? സുഖകരമായ ഒരു വിശപ്പ് ബാക്കിയുള്ളപ്പോൾ ആഹാരം നിർത്തണം. അതാണ് ഗാന്ധി പറഞ്ഞത്. സുഖകരമായൊരു വിശപ്പ് ബാക്കി നിൽക്കുമ്പോൾ നിർത്തണം. തടി കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം തടി കുറയ്ക്കാൻ. തടി കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസറൽ ഫാറ്റ്, വയറ്റിലുള്ള കൊഴുപ്പ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കൊഴുപ്പ് പെട്ടെന്ന് ഉരുകി പോവുക എന്നാണ് അർത്ഥം. നമ്മൾ കഴിക്കുന്ന മരുന്നിലെ വിഷാംശങ്ങളും കീടനാശിനിയിലെ വിഷാംശങ്ങളും ശരീരം എവിടെയാണ് ശേഖരിച്ച് വെക്കുക? കൊഴുപ്പിലാണ്, അഡിപ്പോസ് സെല്ലുകളിലാണ്.
ഇപ്പോൾ തടി കുറയ്ക്കാൻ നമ്മൾ മരുന്ന് കഴിക്കുന്നു, സൂത്രപ്പണികൾ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കോശങ്ങളിലെ കൊഴുപ്പുകളിലുള്ള കീടനാശിനികളെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കിഡ്നിയിലേക്ക് എത്തും. അങ്ങനെ പലർക്കും കരളിന് കേടുപറ്റുന്നുണ്ട്, വൃക്കയ്ക്ക് കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സാവധാനത്തിൽ പ്രകൃതി രീതികളിലൂടെ വേണം, ആഹാരത്തിലൂടെ വേണം, നമ്മൾ വരുന്ന ജ്യൂസുകളിലൂടെ ന്യൂട്രലൈസ് ചെയ്തിട്ടൊക്കെ വേണം തടി കുറയ്ക്കാനായിട്ട്. ഈ തടി കുറയ്ക്കാൻ കഴിക്കുന്ന മരുന്നുകളും വൈറ്റമിൻ ഡി കുറയ്ക്കും. കൊളസ്ട്രോൾ മരുന്നുകൾ പാറ പൊട്ടിക്കുന്നത് പോലെ നമ്മുടെ മാംസപേശികൾ പൊട്ടിച്ച് കളഞ്ഞും തലച്ചോറിലെ കോശങ്ങൾ തകർത്തും കരളിലെയും കിഡ്നിയിലെയും കോശങ്ങളൊക്കെ തകർത്തുമാണ് ഇതിനുള്ളിൽ ഒരു തരം കാളീയമർദ്ദനം നടത്തുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുക, കൊളസ്ട്രോൾ മരുന്ന് കഴിക്കരുത്. കൊളസ്ട്രോൾ മരുന്ന് ഇപ്പോൾ നിർത്തണം. BP-യുടെ മരുന്ന് പെട്ടെന്ന് നിർത്തരുത്. വിഡ്രോവൽ എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സാവധാനത്തിലെ BP-യുടെ മരുന്നുകൾ കുറയ്ക്കാവൂ. കൊളസ്ട്രോൾ മരുന്ന് എത്ര പെട്ടെന്ന് നിർത്തുന്നു അത്രയും നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ BP-യുടെ മരുന്ന് കഴിച്ചാലും വൈറ്റമിൻ ഡി കുറയും. ആൻറ്റാസിഡ്സ് എന്താണ്? ആസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിള്, ഇതിനെല്ലാം തരുന്ന മരുന്നുകളാണ് ആൻറ്റാസിഡുകൾ. ഈ ആൻറ്റാസിഡ് മരുന്നുകളുടെ രസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വയറ്റിൽ അസിഡിറ്റിയുടെ പ്രശ്നം വന്ന് നമ്മളൊരു ഡോക്ടറെ കണ്ട് ആൻറ്റാസിഡ് മേടിച്ച് കഴിക്കുമ്പോൾ അത് മാറും. പക്ഷേ രണ്ടാമത്തെ ദിവസം തിരിച്ച് ഇരട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും കഴിക്കും. വീണ്ടും അതിൻ്റെ സ്വാധീനം കഴിയുമ്പോൾ കൂടും. അപ്പോൾ വീണ്ടും കഴിക്കും. അതേസമയം ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ലാബിൽ നമ്മുടെ വയറ്റിൽ നിന്നുള്ള അസിഡിറ്റി മാറ്റർ എടുത്തിട്ട് ആൻറ്റാസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് മാറി അവിടെ ഇരിക്കും, അസിഡിറ്റി മാറും. പക്ഷെ മനുഷ്യ ശരീരത്തിലെ ജീവൻ്റെ പ്രവർത്തനം കൊണ്ട് ആദ്യം ഉണ്ടാകുന്ന റിസൾട്ട് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ എതിരായ റിസൾട്ട് ദീർഘകാലത്തേക്ക് വരും. അതിനെ പ്രൈമറി ഇഫക്റ്റ്, സെക്കൻഡറി ഇഫക്റ്റ് എന്ന് പറയും. നമുക്ക് നല്ല രുചി തോന്നുന്ന സാധനങ്ങൾ താൽക്കാലിക രുചികളാണ്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മോശമായിട്ട് മാറിയെന്ന് വരും. ഇപ്പോൾ ചാരായത്തിൻ്റെ പ്രൈമറി ഇഫക്റ്റ് എന്താണ്? നല്ല ഉന്മേഷം, എനർജിയാണ് പ്രൈമറി, ആദ്യത്തെ ഇഫക്റ്റ്. കുറച്ച് കഴിയുമ്പോഴോ അടിച്ച് പൂസായി നല്ല എനർജി വട്ടും കുത്തുമൊക്കെ നടത്തി ഒന്ന് കിടന്ന് തല പൊക്കാൻ പറ്റണില്ല, നേരത്തെ എണീക്കാൻ പറ്റണില്ല. എണീറ്റാൽ തന്നെ ദേഹാസകല ഒരു ഹാങ് ഓവർ ഫീലിങ്. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഏതൊരു ആഹാരപാനീയത്തിൻ്റെയും മരുന്നിൻ്റെയും ഇഫക്റ്റുകൾ, പ്രൈമറി ഇഫക്റ്റ് ടെമ്പററിയാണ്. അതിൻ്റെ നേരെ വിപരീതമായ ഇഫക്റ്റ് ആയിരിക്കും പുറകെ വരിക. അത് ദീർഘകാലത്തേക്കുള്ളതാണ്. ചോറ് കഴിച്ചു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, എന്താ തോന്നുക? ക്ഷീണം, തളർച്ച, എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാലോ നല്ല എനർജി കിട്ടി. നേരെ മറിച്ചാണ്. അപ്പോൾ നമുക്ക് മരുന്ന് കൊണ്ട് ഉടനടി മെച്ചം കിട്ടും, പക്ഷേ ദീർഘകാലം കൊണ്ട് അതിൻ്റെ എതിരായ മെച്ചം അല്ലെങ്കിൽ ഫലം, ദോഷഫലം നമുക്കുണ്ടാവും. അതാണ് സെക്കൻഡറി ഇഫക്റ്റ്. അപ്പോൾ പ്രൈമറി ഇഫക്റ്റും സെക്കൻഡറി ഇഫക്റ്റും തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ സഹിതം ഒരു കഷായം കൊടുത്ത രോഗം മാറി. അപ്പോൾ പ്രൈമറി ഇഫക്റ്റാണ് കണ്ടത്. സെക്കൻഡറി ഇഫക്റ്റ് പുറകെ വരുന്നത് വേറെ ആയിരിക്കും, എതിരായിരിക്കും എന്നുള്ളവർ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ അലോപ്പതിക്കാർ ചെയ്യുന്ന എല്ലാ പണികളും ഒരു കുഴപ്പമില്ലാത്ത, അപകടമില്ലാത്ത രീതിയിൽ പ്രകൃതിക്കാർ ചെയ്യുന്നു. ഏതാണ് ശാസ്ത്രീയം, ഏതാണ് നല്ലത്, ഏതാണ് തുടരേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. അത് പക്ഷേ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ളതാണ്, നിങ്ങളുടെ റെസ്പോൺസ് ആവശ്യമുള്ളതാണ്, റെസ്പോൺസിബിലിറ്റി ആവശ്യമുള്ളതാണ്. മറ്റതൊന്നും വേണ്ട, അവരൊന്തിക്കൊണ്ട് പോയിക്കോളും. കീറണ്ടൊക്കെ കയറി മുറിച്ച് ഉള്ളിൽ നിന്ന് ഓരോരോ അവയവങ്ങളെടുത്ത് മാറ്റി തരും. ശ്വസിക്കാൻ ബുദ്ധിമുട്ടണ്ട, ഓക്സിജൻ മൂക്കി കൂടി തരും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടണ്ട, കുഴലിലൂടെ വയറ്റിലേക്ക് ഇട്ട് തരും. മൂത്രമൊഴിക്കാൻ പോയി ബുദ്ധിമുട്ടണ്ട, കത്തീറ്ററിലൂടെ കളക്ട് ചെയ്തോളും, കട്ടിലിൻ്റെ കാലിൽ വന്ന് വീണോളും. അപ്പിയെടുക്കാനും ബുദ്ധിമുട്ടണ്ട, വാക്വം ക്ലീനറിലൂടെ വലിച്ചെടുത്തോളും. പരമസുഖമാണ് അവിടെ. ഒറ്റ കുഴപ്പമുള്ളൂ, അത് ബന്ധുക്കൾക്കാണ്. ICUയുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കണം, ഉറക്കം തൂങ്ങി.
ഇടയ്ക്ക് വിളിക്കും ഗോപാലകൃഷ്ണൻ്റെ ആരെങ്കിലും ഉണ്ടോ? ഓ ഉണ്ടേ. 2 കാര്യത്തിലായിരിക്കും വിളിക്കണത്. 1 ബില്ലടക്കുക. 2 നീറ്റായിട്ട് തുടച്ച് മൂക്കി പഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിക്കോ. ഈ 2 കാര്യത്തിനാണ് അതിൻ്റെ ഡോറ് തുറക്കണതും ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കുന്നതും. ഏത് വേണം?